വളരെ പ്രധാനപ്പെട്ട ആധാർ സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കഴിഞ്ഞ ദിവസം നമ്മൾ ആധാറിനെ സംബന്ധിച്ചിട്ട് ആധാറിൽ വന്ന ഒരു അപ്ഡേറ്റ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാവരും നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തു. അതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ആധാർ സംബന്ധിച്ചിടത്തോളം. അതായത് UID-യിൽ നിന്നും ഇന്ന് നിങ്ങൾ പത്രത്തിലുമൊക്കെ കണ്ടു കാണും, വളരെ പ്രധാനപ്പെട്ട 3-4-5 രേഖകൾ ഇപ്പോൾ ആധാർ പുതുക്കുന്നതും പുതിയതെടുക്കുന്നതും ആയിട്ടുള്ളതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ രേഖകൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. പാൻ കാർഡ്, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ ഈ നേരത്തെ ഈ രജിസ്റ്റർ നമ്മൾ SSLC പാസ്സാകാത്ത ആളുകൾക്ക് മറ്റേ സ്കൂളിൽ നിന്ന് ഒരു എക്സ്ട്രാക്റ്റ് പോലെ എഴുതി നമ്മളൊരു വിടുതൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് നേരത്തെ ആധാർ എടുക്കുവാൻ സാധിക്കുമായിരുന്നു, അതിനെ തിരുത്താനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്നാൽ അത് സാധിക്കുകയില്ല. അതുപോലെ തന്നെ പാൻ കാർഡ് ഉപയോഗിച്ച് നേരത്തെ നമുക്ക് ജനനത്തീയതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുത്താനും ഒക്കെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് UID നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗസറ്റഡ് ഓഫീസറുടെയും മറ്റും ഒരു ഫോം ഉണ്ടായിരുന്നു. ആ ഫോം വെച്ച് ഫോട്ടോ പതിച്ച് നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതും സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ രേഖകളിൽ നിന്നും ഈ 5 മുതൽ 18 വയസ്സ് വരെ ഉള്ളവർക്കാണെങ്കിൽ റേഷൻ കാർഡും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആളുകൾക്ക് ഈ റേഷൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോ പതിച്ചതാണ്, അവരുടെ സ്വന്തം പേരിലാണെന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവർക്ക് തിരുത്തലും പുതിയതിനായിട്ടും ഒക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇനിയും മുതൽ നമ്മൾ നേരത്തെ ഏതാണോ ജനനത്തീയതിക്ക് കൊടുത്ത് അതിലും തിരുത്തൽ വരുത്തിയ ആ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ അന്ന് കൊടുത്ത ആ ക്രമ നമ്പർ അനുസരിച്ചിട്ട് അതേ ഡേറ്റ് ഓഫ് ബർത്തിൽ സർട്ടിഫിക്കറ്റിൽ ഈ തിരുത്തൽ വരുത്തിയത് മാത്രമേ ഈ പുതിയതായിട്ട് നമുക്ക് ജനനത്തീയതിയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുവാൻ വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അത് തന്നെ സമർപ്പിക്കേണ്ടി വരും ഇനിയും അങ്ങോട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് പുതിയത് എടുക്കുവാനായിട്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രേഖകൾ എന്ന് പറഞ്ഞാൽ SSLC ഫോട്ടോ പതിച്ച SSLC ബുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ പതിച്ച് ഉപയോഗിക്കാൻ പറ്റും. റേഷൻ കാർഡ് ഞാൻ പറഞ്ഞു, 5-നും 18-നും വയസ്സുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് ശേഷമുള്ള ആളുകൾക്ക് റേഷൻ കാർഡ് ഫോട്ടോ പതിച്ച ഡിജിറ്റലാക്കിയത് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വോട്ടർ ID കാർഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ഈ CRPF അങ്ങനെയുള്ള ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് UID-യെ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സാക്ഷ്യപത്രങ്ങൾ മറ്റുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആധാറിൽ ഒരുപാട് തിരുത്തലും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇനി മുതൽ അതൊന്നും സാധിക്കുകയില്ല. അതുപോലെ ഭിന്നശേഷിക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുൾപ്പെടെ എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിവാക്കൽ നിയമം വന്നതോടുകൂടി ഇപ്പോൾ നമ്മുടെ ഈ എൻറോൾമെൻറ്റ് സെൻറ്റർ ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധവും മറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന രേഖകളെല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് UID-യെ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പത്ര കട്ടിങ്ങും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയ ആധാർ എടുക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ ആധാറിൽ അപ്ഡേഷൻസ് വരുത്താൻ ശ്രമിക്കുന്ന ആളുകളും ഈ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ ഈ കട്ടിങ് കൊടുത്തതും നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ പുതിയ ആധാർ എടുക്കാനും തിരുത്താനും വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉപയോഗിച്ച് നേരത്തെ നമ്മൾ അഡ്രസ് ചേഞ്ചിങ്ങും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി അതും സാധിക്കുകയില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം വന്നതോടുകൂടി അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവർ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നതാണെന്നാണ് UID-യിൽ നിന്നുള്ള ഒരു അറിയിപ്പ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവരും ഇനിയും തിരുത്തൽ വരുത്തുന്നവരും എല്ലാം ഈ വീഡിയോ മാക്സിമം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.